നമസ്കാരം. അഞ്ജോസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ബാച്ച് തിരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. കുറച്ച് പേര് പുതിയ ആളുകളാണ്, കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച കുറച്ച് ക്ലാസ്സുകൾ, ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമായിട്ട് നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു, വോയിസ് ഒക്കെ ഇട്ടു. ഇനി അതെങ്ങനെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം അല്ലേ. അതുപോലെ ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ ഒരു അനാലിസിസും ഇത്രയും കാര്യങ്ങളാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നസീല ടീച്ചർ അല്ലേ ഓൺ ചെയ്തേ അല്ലേ, വീഡിയോ ഓൺ ചെയ്തേ? നസീല ടീച്ചറെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വേഗം പറഞ്ഞോളൂ. എന്റെ പേര് നസീല എം എ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. എന്റെ വീട്ടില് ഞാനും 2 മക്കളും ആണുള്ളത്. ഹസ്ബൻഡ് ഖത്തറില് ജോലി ചെയ്യാണ്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂർ ഗവൺമെന്റ് സ്കൂളിലാണ്. കോളേജ് ചെയ്തത് വിമല കോളേജിലാണ്. അതുപോലെ BEd യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ ഒല്ലൂരാണ്. ഞാനൊരു 6 വർഷം ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എന്റെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഥകൾ എഴുതാൻ വളരെ ഇഷ്ടമാണ്. ചെറിയ ക്ലാസ് മുതലേ കഥകൾ എഴുതുമായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. പിന്നെ ഉള്ള അടുത്തൊരു ഹോബി എന്ന് പറയുന്നത് എനിക്ക് ക്ലീൻ ആക്കി വെക്കാൻ, എൻവിറോൺമെന്റും നമ്മുടെ വീടിന്റെ പരിസരവും വീടിന്റെ ഉള്ളൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ടീച്ചർ ആവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ പത്രത്തിലൂടെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു വല്ലാത്ത വിഷമമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കാറുണ്ട് ഓരോ പത്രവാർത്ത കാണുമ്പോഴും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് അധ്യാപകർക്ക് തന്നെയായിരിക്കും. അപ്പോ നമ്മളെ കൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ ഓരോ കുട്ടികളിലൂടെ അവരുടെ ഫാമിലി, അങ്ങനെ ഒരു സമൂഹത്തെ ചെറുതായി മാറ്റം വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ പ്രൊഫഷനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു അധ്യാപകനായിരുന്നു. ഇതൊക്കെയാണ് ടീച്ചർ. അംബീഷൻ ആണോ പറഞ്ഞത് അതോ അംബീഷൻ ഹോബീസും പറഞ്ഞു. പ്രചോദനം എന്ന് പറഞ്ഞിട്ടാണോ അംബീഷൻ പറഞ്ഞേ? എനിക്ക് എങ്ങനെയെന്ന് തോന്നി. അതെ ടീച്ചർ, അതെ. അതാണ് നമ്മള് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മളെ കുറിച്ച് പറയുകയാണ് അല്ലേ. അങ്ങനെ വരുമ്പോ അതിൽ പോലും തെറ്റുകൾ വരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴത്തേക്ക് ആശയം വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും നന്നായി അറിയുന്ന നമ്മളെ നമുക്കവിടെ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആശയങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ അംബീഷൻ ടീച്ചർ പറഞ്ഞ എന്റെ പ്രചോദനം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ആ പത്രവാർത്തയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, അത് പത്രവാർത്ത റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. ഇപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ പത്രത്തിൽ വന്നത്. പക്ഷേ അത് ടീച്ചറിന്റെ അംബീഷൻ ആയിട്ട് ഇത് വന്നപ്പോ അല്ലേ, അല്ലെങ്കിൽ അംബീഷൻ അല്ല, ടീച്ചറിനെ പ്രചോദനം എന്ന നിലയിലേക്ക് ഈ ഒരു ടീച്ചിങ് വന്നത് അതിനൊക്കെ ഒത്തിരി മുമ്പല്ലേ? അതിനൊരു വ്യക്തമായ റീസൺ കാണും. അതെന്തായിരുന്നു? ഇല്ല, ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്, ഞാൻ പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ആ ഫീൽഡിൽ ഒരു കുറച്ച് താല്പര്യമായി, എനിക്ക് എന്തെങ്കിലും ഒക്കെ ആവാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായി. പിന്നെ അത് കോളേജിലേക്ക് പോയപ്പോഴും ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് സ്റ്റഡിയിലൊക്കെ ഞാൻ ലീഡ് ചെയ്തിരുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഫീൽഡ് ഇതാണ്, ഒരു നല്ല ടീച്ചറായിട്ട് ശോഭിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് വന്നു. ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ BEd എടുത്ത് ഒരു നല്ല ടീച്ചർ ആവുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഓക്കെ, എങ്ങനെയുണ്ട് ടീച്ചിങ് ആസ്പിരൻസി വന്നിട്ട്? വളരെയധികം ചേഞ്ച് ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ കുറച്ചൊരു മടി ഉണ്ടായിരുന്നു. കംഫർട്ടബിൾ സോണിൽ മാത്രമേ ഞാൻ ഇത്ര നന്നായി സംസാരിക്കുമായിരുന്നുള്ളൂ. ഇപ്പൊ അധികം പേരെ അറിയാഞ്ഞിട്ട് കൂടി വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിരിക്കട്ടെ, നല്ല രീതിയിൽ അതുപോലെ മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? BRC എന്ന് കേട്ടിട്ടുണ്ടല്ലോ, BRC എന്താണ്? BRC കുറിച്ച് ടീച്ചർ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. ബ്ലോക്ക് റിസോഴ്സ് സെന്റർ, അതായത് ഓരോ സ്ഥലത്തെയും ബ്ലോക്കുകളാക്കി തിരിച്ച് അവിടെയുള്ള ആ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിലെ ടീച്ചേഴ്സിന് അവർക്ക് ആവശ്യമായ പഠനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ അതാണ് തോന്നുന്നോ? ഇന്ന് നമ്മള് പഠിച്ചതല്ലേ? അതാണ് എന്താണ്, ഒന്നുകൂടി ഒന്ന് പറഞ്ഞോ. ബ്ലോക്ക് തലത്തിലുള്ള വിദ്യാലയങ്ങളിലെ ടീച്ചേഴ്സിനെ
ഒരു ഗൈഡൻസ് കൊടുക്കുക, അവർക്കുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, ടീച്ചിങ്ങിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക, അവർക്കുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക. ടീച്ചർമാർക്ക് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടിയുടെ ആവശ്യമുണ്ടോ? നമ്മൾ അധ്യാപകരല്ലേ, അത് സമയം കളയല്ലേ ടീച്ചറെ? നമുക്കറിയാമല്ലോ കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. പിന്നെ എന്തിനാണ് ഈ ഒരു ബ്ലോക്ക് റിസോഴ്സ് ഗ്രൂപ്പൊക്കെ? അതിന്റെ ആവശ്യമുണ്ട് സെന്ററൊക്കെ? ആവശ്യമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോ അനുദിനം നമ്മുടെ എന്താ പറയുക സൊസൈറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പഠിപ്പിക്കുന്ന രീതികളെല്ലാം മാറ്റം വരുത്തുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ 20 വർഷമായി BEd കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പുതിയതായി വരുന്ന ടീച്ചേഴ്സിന് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ പലതരത്തിൽ വരാം. ഇന്ന് ചോദിച്ച ചോദ്യമായിരുന്നു BRC. നമ്മൾ ഇന്ന് ഈ ആഴ്ചകളിൽ നമ്മൾ കവർ ചെയ്ത ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. നിങ്ങൾ കണ്ടോ ഇന്നത്തെ ചോദിച്ച ചോദ്യങ്ങൾ? ഏതെങ്കിലും ജില്ലകളുടെ കൈമാറി വന്നത് കണ്ടായിരുന്നോ? കണ്ടിരുന്നു. എന്ത് തോന്നി ചോദ്യം കണ്ടപ്പോ? ഒരു കോൺഫിഡൻസ് വന്നോ? ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിലൂടെ ഈ ഒരു ക്ലാസ്സുകളിലൂടെ അതിലേക്ക് എത്താൻ പറ്റുന്ന കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം അത് കേൾക്കുന്നതില്. ഇപ്പോഴാണ് നിങ്ങളിൽ ചിലർക്ക് ഒരു വിശ്വാസം വന്നു തുടങ്ങുന്നത്. ചിലർക്കൊക്കെ പൂർണ്ണ വിശ്വാസമാണെങ്കിലും വന്നു കയറിയത് ശരിയായിടത്താണോ എന്നൊരു ചോദ്യം ചിലരുടെയെങ്കിലും മനസ്സിലുള്ളതായിട്ട് ചില സമയങ്ങളിൽ എനിക്കത് തോന്നാറുണ്ട്. ഒരു സഹകരണ മനോഭാവം ചില സമയത്ത് കുറയുമ്പോൾ. അപ്പൊ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് കോൺഫിഡൻസ് വരാനായിട്ട് ഞാൻ പറയാണ്. സെൽഫ് ഇൻട്രോ ഇപ്പൊ നമ്മൾ ടീച്ചറെ കൊണ്ട് പറയിപ്പിച്ചു. അതുപോലെ എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണോ എന്നുള്ളതൊക്കെ ആദ്യമൊക്കെയുള്ള കുട്ടികൾ പലതവണ പറഞ്ഞു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ അത് കിട്ടിയില്ലേ? എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് മധുസാറൊക്കെ എടുത്ത ക്ലാസ്സിൽ കിട്ടിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്തതല്ലേ? നിങ്ങൾ ഇന്ന് പറഞ്ഞതല്ലേ? ഇൻക്ലൂസീവിനെ കുറിച്ച് ഇന്ന് പറഞ്ഞു, ഞാൻ തിരുത്തിയൊക്കെ തന്നു. അതുപോലെ ഇപ്പൊ BRC BPC എന്ന് പറയുമ്പോൾ BRCയിലെ പൊസിഷൻ ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് BRC നമ്മൾ എടുത്ത് പറയുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് കിട്ടും. ഇനി ഇന്ന് ചോദിച്ച ചോദ്യമായിരുന്നു സയൻസ് ലാബ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് പുതിയ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഇനിയാണ് ആ വീഡിയോസ് വരുന്നത്. പഴയ കുട്ടികള് അശ്വതി ലാബുകള് നമ്മൾ പഠിച്ചിരുന്നോ? പഠിച്ചിരുന്നു. എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എല്ലാം നമ്മൾ പരീക്ഷണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എത്തരം പരീക്ഷണങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ആക്ഷൻ റിസർച്ച് അശ്വതി ചെയ്തല്ലേ? അതൊക്കെ ഇനിയുള്ള കുട്ടികൾക്ക് കിട്ടും. ഇവർക്കൊക്കെ കിട്ടിയതാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ എളുപ്പമാക്കാം അല്ലെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. SRG ഇതൊക്കെയാണ് ഇന്ന് വന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം കവർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ ഇനി വേറൊരാൾ ആരാണ് എന്നോട് സംസാരിക്കാത്ത ഒരാള്? ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തു. ടീച്ചറെ പെട്ടെന്നൊരു സെൽഫ് ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാം. എന്റെ പേര് അനുശ്രീ എന്നാണ്. ഞാൻ വരുന്നത് കോഴിക്കോട് മാവൂരാണ് എന്റെ സ്ഥലം. ഞാൻ പഠിച്ചതെല്ലാം +2 വരെ മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. പിന്നീട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്തയാണ് ഡിഗ്രി. MSc ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി വടകര. പിന്നീട് സ്റ്റക്കായി. എനിക്ക് മാത്രമാണോ? ഓക്കെ, സാരല്ല. ടീച്ചറെ കേൾക്കുന്നില്ലായിരുന്നു. ടീച്ചറെ എഡ്യൂക്കേഷൻ ഒക്കെ അതൊക്കെ ഓക്കെ, ബാക്കി പറഞ്ഞു. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേറ്റർ എന്നായിരുന്നു ആ പോസ്റ്റിന്റെ പേര്. MSc കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ ടീച്ചറായിട്ടുള്ള ജോലി എനിക്ക് ചെയ്യേണ്ടി വന്നു. വീഡിയോ എടുക്കലായിരുന്നു, പ്രസന്റേഷൻ ആയിരുന്നു ജോലി. അതിനുശേഷമാണ് ഈ ടീച്ചിങ് എന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു മേഖല എനിക്ക് ചേരും, ഞാൻ അതിലേക്ക് പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായതും. അതിനുശേഷമാണ് ഞാൻ BEd പോയത്. 2020 പേര് എന്താ ടീച്ചറെ? സ്ഥാപനം
വിവ്ലേൺ എന്നായിരുന്നു, ഒരു ഓൺലൈൻ ദുബായ് ബേസ്ഡ് ഒരു കമ്പനി ആയിരുന്നു അത്. ദുബായ് ബേസ്ഡ് കമ്പനി. അവിടെ നമ്മൾ ഒരു കാര്യം പറയുമ്പോഴേ അത് സെൽഫ് ഇൻട്രോയിൽ അത് ഉൾപ്പെടുത്തുമ്പോൾ വിശദമായി പറയണം, പിന്നെ എടുത്ത് ഇതുപോലെ ചോദിക്കാൻ ഇടവരുത്തരുത് കേട്ടോ. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള വിവ്ലേൺ അല്ലേ? വിവ്ലേൺ ആയിരുന്നു. വിവ്ലേൺ എന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള വിവ്ലേൺ എന്ന കമ്പനിയിൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാലയളവില് വീഡിയോ എന്താണ് വീഡിയോ മേക്കിംഗ് പ്രസന്റേഷൻ ആയിരുന്നു, ക്ലാസ് പ്രസന്റ് ചെയ്യുന്നതായിരുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒരു ആപ്പ് ആയിരുന്നു അത്. ആ ആപ്പില് വീഡിയോസ് എടുത്ത് ക്ലാസ് പ്രസന്റ് ചെയ്യലായിരുന്നു. എന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നു അല്ലേ? അതെ അതെ, പക്ഷെ ക്ലാസ് റൂം അല്ല, വീഡിയോ മനസ്സിലായി. ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിവ്ലേൺ എന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു എഡ്യൂക്കേറ്റർ ആയിട്ട് ജോലി ചെയ്തിരുന്നു. ഈ സമയത്താണ് എനിക്ക് നല്ലൊരു അധ്യാപികയാകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടായത്. അതിനുശേഷമാണോ BEd അല്ലെങ്കിൽ TTC എന്താണ് ചെയ്തത്? അതിനുശേഷമാണ് ഞാൻ BEdലേക്ക് തിരിയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അംബിഷൻ നല്ലൊരു ടീച്ചർ ആക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചർ. എന്റെ അധ്യാപന ജീവിതം അവസാനിക്കുന്ന ഒരു ദിവസം ഒരു കുട്ടിയെങ്കിലും എന്നെ ഓർത്ത് ടീച്ചർ നിർത്തി പോകരുത് എന്ന് പറയുന്ന അങ്ങനെ ഒരു കുട്ടിയെങ്കിലും എനിക്ക് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ ഒരു അധ്യാപിക ആവാനാണ് എനിക്ക് ഇഷ്ടം. അതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? കുട്ടിയുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന അധ്യാപികയാകുക, അവരെ പ്രചോദിപ്പിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയെയും പ്രചോദിപ്പിക്കുന്ന, അവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഒരു അധ്യാപികയാകുക എന്നതാണ് എന്റെ അംബീഷൻ അല്ലെ? അപ്പൊ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. പക്ഷെ പോളിഷ് ചെയ്യണമെങ്കിലേ നമുക്ക് നന്നായി പ്രസന്റ് ചെയ്യാനും ബയോഡേറ്റയിൽ നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാനും പറ്റണം. ഓക്കെ ആണ്. അപ്പൊ അനുശ്രീ ടീച്ചറുടെ ശബ്ദമൊക്കെ ഓക്കെയാണ്, ക്ലാസ് എടുത്ത പരിചയവും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. വളരെ നന്നായിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ചിരിച്ച് പ്രസന്നതയോടെ കൂടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹാൻഡിൽ ചെയ്ത ഒരാൾക്കത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ പ്രസന്റേഷൻ, ഹാപ്പി ആയിട്ടിരിക്കുക, എനർജി, ഇതെല്ലാം അത്യാവശ്യമാണ്. ആ എനർജിയോട് കൂടി വേണം ഇന്റർവ്യൂ പാനലിന് മുമ്പിലേക്ക് പോകാൻ. ഓക്കെ. അപ്പോ ടീച്ചിങ് ആസ്പിറൻസിൽ വന്നിട്ട് എത്ര നാളായി? എത്ര ദിവസം? ടീച്ചിങ് ആസ്പിറൻസിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഇപ്പൊ 4 ദിവസം. 3-4 ദിവസം. ഓക്കെ ആണോ? അഡ്ജസ്റ്റ് ആയോ? ഓക്കെ, സന്തോഷം. ശരി ടീച്ചറെ. ഇന്ന് ഞാൻ വേറെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾച്ചേർന്ന വിദ്യാഭ്യാസമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് സാധാരണ കുട്ടികളല്ല, അത് ഭിന്നശേഷിക്കാരെന്ന് മാത്രമല്ല, സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ മുന്നേറ്റം നിൽക്കുന്ന കുട്ടികള്, ഭിന്നശേഷിക്കാര്, പ്രതിഭാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ, ഇവരോടൊപ്പം സാധാരണ കുട്ടികളും ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠനം ആസ്വദിക്കുന്നതിനെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന ആ ഒരു ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളും ഒരേ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള ഒരേ വിദ്യാഭ്യാസ അനുഭവങ്ങൾ, പഠനാനുഭവങ്ങൾ നമ്മൾ നൽകുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് മേന്മകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്താനും സാമൂഹികീകരണ പ്രക്രിയയ്ക്കും എല്ലാ തരത്തിലും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അതിന് പോരായ്മകളും. നമ്മുടെ അധ്യാപകർ അതിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരല്ല. ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരല്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ തരം ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോഴും ഒരുക്കിയിട്ടില്ല. അതുപോലെ നമ്മുടെ പാഠ്യപദ്ധതി അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറയരുത്, അത് നമ്മൾ പറയരുത്. കാരണം ഇപ്പോ നമ്മളുടെ ഈ പറയുന്ന എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ വന്നു. അപ്പോൾ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഈ സമയത്ത് ഭിന്നശേഷിക്ക് അനുകൂലമായ രീതിയിൽ തന്നെയാണ് സ്കൂൾ അന്തരീക്ഷം മാറ്റിയെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ മാറ്റിയെടുത്താലാണ് കെട്ടിടങ്ങൾക്ക് അതിൻ്റെതായ അംഗീകാരം ഒക്കെ കിട്ടുക. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ടൊക്കെ തന്നെ നമ്മളിപ്പോ ഭൗതിക സാഹചര്യത്തെ കുറിച്ച് പറയേണ്ടതില്ല. അപ്പൊ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ റെയിൽ സംവിധാനം, വീൽ ചെയർ കൊണ്ടുപോകാനുള്ള സംവിധാനവും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്, എല്ലാം ചെയ്യണമെന്നാണ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ട് പറയണ്ട.
ബാക്കി കാര്യങ്ങൾ ശരിയാണ്. കാരണം എല്ലാ കുട്ടികളെയും ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമ്മളുടെ സാധാരണ സ്കൂളിലെ അധ്യാപകർക്ക് കിട്ടുന്നില്ല. അത് വലിയൊരു പോരായ്മയാണ്. അല്ലെങ്കിൽ അത്തരം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാനും അതിനനുസരിച്ച് ക്ലാസ് ടീച്ചർക്ക് അല്ലെങ്കിൽ ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും അതിനനുസരിച്ച് ഒരു കോഴ്സ് കിട്ടാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വേണം. ഇതൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. ഇത് വെറുതെ പറയല്ലേ, ടീച്ചേഴ്സിന് ഇങ്ങനെ ട്രെയിനിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അതേക്കുറിച്ച് അറിയില്ല എന്ന് വെറുതെ പറയാതെ അതിന്റെ സൊല്യൂഷൻ കൂടി ചേർത്ത് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പം എപ്പോഴും അത്തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇപ്പൊ പറയുന്നത് ഒന്ന് ചുരുക്കണം, പക്ഷേ അതിനകത്ത് പോയിന്റ് വേണം. എന്നാ നമുക്ക് ധാരണയുണ്ട് എന്നവർക്ക് ബോധ്യമാകണം. പോയിന്റ്സ് വളരെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ വാക്കും ഉച്ചരിക്കാനായിട്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ക്രമേണ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ടീച്ചറിന് ഒരുവിധം ധാരണയുണ്ട്. ഇന്നത്തെ ചോദ്യവുമായിരുന്നു നമ്മളുടെ ഇന്ന് കണ്ണൂരാണെന്ന് തോന്നുന്നു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ചോദ്യം വന്നു. ഇനി നിങ്ങളോട് പറയാൻ ഉള്ള മറ്റൊരു കാര്യം, നമ്മൾ റെഫറൻസ് ഒക്കെ ആയിട്ട് എടുക്കുന്ന ചില പുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിന്റെ ഗൈഡോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല നോക്കിയിട്ടുള്ളത്. നമ്മുടെ അധ്യാപകർ വായിച്ചിരിക്കേണ്ട ചില പുസ്തകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നമ്മളുടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ടീച്ചേഴ്സ് HMസിന്റെ കയ്യിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അവരുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള. ഇതൊക്കെ എന്റെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ നോക്കി ഹാൻഡിൽ ചെയ്ത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. അതിലെ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആ റെക്കോർഡഡ് വീഡിയോസിലെല്ലാം കിട്ടുന്നുണ്ട്. ഇന്ന് കണ്ട പല ചോദ്യവും അടുത്തടുത്ത് ഇത്തരം HMസിന്റെ ഹാൻഡ് ബുക്കുകളിൽ നിന്നൊക്കെ വന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അത് തപ്പിപ്പോണ്ട കാര്യമില്ല. തരുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അത് കേട്ട് നോട്ടൊന്ന് എഴുതി പോയാൽ മാത്രം മതി. വളരെ എളുപ്പമുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ടോപ്പിക്ക് തരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ കാര്യം പെട്ടെന്ന് ഇന്റർവ്യൂ വരികയാണ്. ഇപ്പൊ ഡിസ്കഷൻ ടോപ്പിക്ക് തന്ന് അതേക്കുറിച്ച് നിങ്ങൾ പഠിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയം ഇപ്പൊ ഇല്ല. ഈ ഒരു ക്ലാസ് ഈ ഒരു രീതിയിൽ, അതായത് കഴിഞ്ഞു പോയ ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് തന്ന് അത് നിങ്ങൾ കണ്ട് നോട്ട് എഴുതി നിങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞു നോക്കുന്നു. ഞാനത് പിന്നെ കഴിയുന്നത്ര എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇന്നത്തെ ഒരു ദിവസം മൊത്തവും അതിന് വേണ്ടിയിട്ട് പോയി. കഴിയുന്നത്ര ഫീഡ്ബാക്ക് തന്ന ശേഷം ഇതുപോലെ സെക്ഷൻസ് വെക്കാം. ഈ ഒരു രീതിയാണോ നല്ലത്, അതോ അല്ലാതെ നിങ്ങൾക്ക് ടോപ്പിക്സ് തന്ന് ഇങ്ങനെ പോകണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആരോടാണ്? നേരത്തെ ഉള്ള ആരെങ്കിലും, ഇപ്പോഴും ഉള്ള? മേഘ ടീച്ചർ എന്താ തോന്നുന്നേ? ടീച്ചർ ഇങ്ങനെ പോയാൽ മതിയാവോ? മറ്റേതാവുമ്പോ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷെ അതിൻ്റെതായ ഗുണവും ഉണ്ട്. പക്ഷെ എല്ലാം കവർ ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയെങ്കിലും UPയും കൂടിയാണ്. അപ്പൊ ചോദ്യങ്ങൾ പക്ഷെ ഇപ്പൊ വന്നതെല്ലാം LP ചോദിച്ച രീതിയിലൊക്കെ തന്നെ ആണ് കേട്ടോ. നമ്മൾ കവർ ചെയ്യാത്ത ഒരു ചോദ്യവും വരുന്നില്ല എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഉള്ള സബ്ജക്റ്റ് ആണ്, അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലെ, അവനവന്റെ സബ്ജക്റ്റ് എനിക്ക് തരാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പൊ അവനവന്റെ സബ്ജക്റ്റ് എവിടെയൊക്കെ കയറി ചോദിക്കും എന്നുള്ളത് അവനവൻ പ്രിപ്പയർ ചെയ്യണം. ബാക്കി എനിക്ക് പൊതുവായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പൊ സയൻസിന് പരീക്ഷണങ്ങൾ നോക്കണമെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ മേഘ ടീച്ചറെ, ഇത് തന്നെയാണോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. ദിവ്യ ടീച്ചറെ ഒന്ന് പറഞ്ഞോളൂ. ദിവ്യ ടീച്ചറൊക്കെ ആകുമ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. മിനി ടീച്ചറും ദിവ്യ ടീച്ചറും ഒക്കെ. ടീച്ചറെ ഇപ്പൊ പോണത് നല്ലത് തന്നെയാണ്. ഇപ്പോ നമ്മൾ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴും ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ആർക്കെങ്കിലും മറ്റ് അഭിപ്രായം ഉണ്ടെങ്കിൽ, ഭൂരിപക്ഷം ഇതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പറ്റുള്ളൂ എന്നല്ല, മറ്റഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇനി സമയം കളയുന്നില്ല. അടുത്തത് ആതിര ടീച്ചർ. ആതിര വത്സലനാണേ ടീച്ചറെ. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് ടീച്ചറിന് തോന്നുന്ന ഒരെണ്ണം പറയണേ.
വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് കുട്ടികൾ കുറയുന്ന ഒരു വെല്ലുവിളി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം കുട്ടികൾ കുറയുക, അതായത് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് കുട്ടികളെ ചേർക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോ കണ്ടുവരുന്നത്. അതായത് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു മിഥ്യാധാരണയുണ്ട്, അൺഎയ്ഡഡ് സ്കൂളിലാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത്. അത് തീർച്ചയായും തെറ്റായതാണ്. അത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണ് ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നത്. അപ്പൊ അത് നമ്മൾ തിരുത്തേണ്ട ഒരു അധ്യാപകരുടെ കടമയാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറയാം, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ AI സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള കാലത്ത്, അതായത് ICT പോലത്തുള്ള സാങ്കേതിക വിദ്യയിലുള്ള കാലത്ത് ഈ അധ്യാപകർക്ക് മികച്ച ഒരു പരിശീലനം കിട്ടുന്നില്ല. ഇത് ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കാനുള്ളത്, അതാണ് രണ്ടാമതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ എന്താ ടീച്ചറെ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ മൂന്നാമതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ അധ്യാപകര് ക്ലാസ്സിലെ മുറിയിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് പഠനാസൂത്രണം ചെയ്യണം. അതായത് വെറുതെ ആ ഒരു സമയത്ത് മാത്രം പോയി തട്ടിക്കൂട്ടി ക്ലാസ് എടുക്കാതെ നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് ഭാവിയിലെ ഏറ്റവും മികച്ചവരാ. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിൽ ആ ഒരു മേഖലയിലും അധ്യാപകര് അറിവ് കുറച്ചുകൂടിയും വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പല അധ്യാപകരും എയ്ഡഡ് സ്കൂളെ താഴ്ത്തി പറയുന്നതല്ല, അവർക്കെന്ന് വെച്ചാല് അവരൊരു ജോലിക്ക് മാത്രം വേണ്ടി ക്ലാസ് എടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു അറിവ് ഒരു ചെറിയ ഒരു കോമ്പൗണ്ടിലേക്ക് മാത്രം ചുരുങ്ങിയത് പോലെ തോന്നിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് നമ്മുടെ അധ്യാപകരാണ്, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ വെല്ലുവിളി എന്താണ്? ഞാൻ ചോദിച്ചത് എന്താണ് ചോദ്യം? വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമതെന്ന് എനിക്ക് തോന്നിയത് സ്കൂളിൽ കുട്ടികൾ ഞാൻ ചോദിച്ച ചോദ്യം അതുപോലെ പറ. വിദ്യാഭ്യാസത്തില് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അതിൽ ശ്രദ്ധിച്ചില്ല. അശ്വതി MS എന്ന് പറഞ്ഞ ചോദ്യം. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. വെല്ലുവിളികൾ എന്നാണോ ഞാൻ പറഞ്ഞേ? ആണോ? ആരാ തിരുത്തുന്നേ? വിദ്യാഭ്യാസ മേഖല നേരിടുന്നതിൽ ഒരു വെല്ലുവിളി ഒരു പറഞ്ഞോ? ശ്രദ്ധിച്ചോ? വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ടീച്ചറിന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. പറയുമ്പോ അതിനെന്താ ഞാൻ ഇത്രയും ആൻസർ പറഞ്ഞില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അവരും നമ്മളെ തിരുത്തത്തില്ല. ടീച്ചർ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ എന്തോ പറഞ്ഞു എന്ന്. ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ എവിടെ വരെ പോകും എന്ന് നോക്കിയതാ. അപ്പോ അതാണ് നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. ചോദ്യം കേൾക്കുമ്പോ പകുതിയെ കേൾക്കും, അതിനുശേഷം നമ്മൾ തന്നെ മനസ്സിൽ കരുതും വെല്ലുവിളികളാണെന്ന്. അപ്പൊ അതിനുള്ള പകുതി കേൾക്കരുത്, മുഴുവൻ കേൾക്കുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണത് കേട്ടോ. അപ്പൊ പുതിയ ബാച്ചുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആതിര ടീച്ചറിന്റെ ഏറ്റവും വലിയൊരു വിഷയം ഞാൻ പറയാം. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന ഏതെന്ന് വെച്ചാല് വെല്ലുവിളികൾ ഏതെന്നാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. വെല്ലുവിളി വെച്ചാല് മാത്രമേ കേൾക്കൂ. വെല്ലുവിളികൾ ഏത് എന്നുള്ളത് കേൾക്കത്തില്ല. അത് ടീച്ചർ ഇച്ചിരി സൗണ്ട് താഴ്ത്തി പിന്നെ സ്പീഡിന് അങ്ങ് പറഞ്ഞ അടുത്തതിലേക്ക് പെട്ടെന്ന് അങ്ങ് ചാടും. അത് പൂർത്തിയാക്കാതെ അങ്ങ് ചാടും. മനസ്സിലാവുന്നുണ്ട്? അത് ശൈലിയാണ്, ടീച്ചറിന്റെ ശൈലിയാണത്. അടുത്ത ആശയം വേഗത്തിൽ പറയാനുള്ള ആ ഒരു വെപ്രാളത്തിൽ പറ്റിപ്പോകുന്നതാണ്. പക്ഷെ ഒരു സെന്റൻസ് നമ്മൾ അങ്ങനെ പൂർത്തിയാക്കാതെ അടുത്തതിലേക്ക് കടക്കരുത് കേട്ടോ. ലിവിൻ ടീച്ചർ ജോയിൻ ചെയ്ത സമയം 7:37 അതിന്റെ ഇടയ്ക്ക് ഒന്നുകൂടി പോയി വീണ്ടും കയറി അല്ലേ. ഞാനിവിടെ പേരൊക്കെ വിളിച്ചു. ഇനിയാണെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആതിര മനോഹരൻ. നമ്മള് സംസാരിച്ചതാ അല്ലേ? ഇല്ല സംസാരിച്ചിട്ടില്ല. അപ്പൊ ടീച്ചർ ഓൺ ചെയ്തോ. ഓക്കെ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ പിന്നെ സെൽഫ് ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണോ നേരത്തെ? ആദ്യമായിട്ടാ സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ പിന്നെ ഹോബിയെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഹോബി ശരിക്കും ഹോബി ഒരു കുറെ നാള് ആട് വളർത്തലായിരുന്നു ഹോബി. കൂടുതൽ സമയവും അതിലായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ പച്ചക്കറി തോട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു നാളുകൊണ്ട്
ഇത് രണ്ടിനും സമയം കിട്ടുന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ, പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ടീച്ചറിന്റെ ഹോബി അല്ലേ ചോദിച്ചേ? ഞാന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ഹോബി ഇതായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഇതായി, +2 ഇതായി എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെയാണോ പറയണ്ടേ? ഇപ്പൊ ഹോബി കറന്റ്ലി എന്താണെന്നുള്ളതാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ ഇപ്പൊ ക്രാഫ്റ്റ് വർക്ക് ആണോ? അത് ഉറച്ചോ? അത് ഉറച്ചിരിക്ക. ആടൊക്കെ കൊടുത്തോ? ആടിനെയൊക്കെ കൊടുത്തോ? കല്യാണത്തിന് ശേഷം ആട് വേറെ വീട്ടിൽ വന്നപ്പോ ആട് ഇടില്ല. ആഹാ, ഓക്കെ. പിന്നെ അപ്പോ ഇപ്പൊ നിലവില് ക്രാഫ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ ഈ ഒരു ഹോബിയെ ടീച്ചർ അധ്യാപനത്തിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തും? ക്രാഫ്റ്റ് വർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന സമയം, ഒഴിവ് സമയം കിട്ടുന്നത് അവർ കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് ഉപയോഗിക്കുന്നത്. അനാവശ്യമായ വീഡിയോകൾ കണ്ട് സമൂഹത്തിന് ആവശ്യമില്ലാത്ത പ്രവൃത്തികളൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ കൂടുതലായിട്ട് അവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ സ്കൂളിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ടൈം വെച്ചിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ഒഴിവ് സമയം അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുട്ടികൾക്ക് നല്ല നല്ല വർക്കുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് എക്സിബിഷൻ ചെയ്യുകയും അതുപോലെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അവരെ ടീച്ചേഴ്സ്, അധ്യാപകരെ ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ കുറച്ചുകൂടെ മികവുറ്റതാക്കാൻ കഴിയും. അവരുടെ കഴിവിനെ അവർക്ക് കുറച്ചുകൂടെ വളർത്തിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്രാഫ്റ്റ് വർക്കുകൾ ചെറിയ കുട്ടികളാണെങ്കിൽ പേരൻസിന്റെ പിന്തുണയോടെ കൂടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് ഒരു ചെറിയ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അത് ചെറിയ ബിസിനസ് ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ പഠിത്തത്തിനൊപ്പം തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി റിലാക്സ് ആവും, അവർ കുറച്ചുകൂടെ കൂളാകും. അവർക്ക് അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ വേസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെ. നിർത്തും. ഞാൻ ചോദിച്ച ചോദ്യം അധ്യാപനത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും, ടീച്ചറിന്റെ അധ്യാപനത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും എന്നാണ് എന്റെ ചോദ്യം. ടീച്ചിങ് എയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പല ക്രാഫ്റ്റ് വർക്കുകളും. എന്താ ഞാൻ രണ്ടാമത് ചോദ്യം ചോദിച്ചപ്പം ആൻസർ ഒറ്റ വരിയിൽ നിന്നോ? മറ്റേത് വാദോരാതെ പറഞ്ഞു. കാര്യം നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി പോയി, അതാണ് ശരി എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു. അതല്ല എന്ന് മനസ്സിലായപ്പോ അവിടെ അങ്ങ് സ്റ്റക്കായി പോയി. ഓക്കെ, അശ്വതി ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അശ്വതി MSA. അടി കിട്ടും എന്തെങ്കിലും തെറ്റ് വരുത്തുവാണേ. നമുക്ക് ടീച്ചിങ് എയ്ഡായിട്ട് നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം. അതായത് നമുക്കിപ്പം ക്ലാസ്സിൽ സയൻസ് ആണ് എങ്കിൽ കുട്ടികൾക്ക് ഇപ്പം എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഈ ന്യൂക്ലിയസ് അങ്ങനെയുള്ള കോശാംഗങ്ങളെ പറ്റി പരിചയപ്പെടുത്തുമ്പോഴോ ഒക്കെ നമുക്ക് കോശാംഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം. പിന്നെ കുട്ടികളെ കൂടുതലായിട്ട് നമുക്ക് ക്രാഫ്റ്റ് വർക്കിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. അതായത് അധ്യാപകര് കൊണ്ടുവരുന്ന ടീച്ചിങ് എയ്ഡ് കണക്കത്തെ കുട്ടികൾ മോഡലാക്കി ചെയ്യാൻ വേണ്ടി നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ പറ്റിയില്ല, നാണക്കേട്. ബാച്ച് തുടങ്ങിയപ്പോ തൊട്ടുള്ളവരാ, എന്നെ പോലെ ക്ലാസ് എടുക്കാനുള്ളവരാ. ഓക്കെ, അപ്പൊ സാരമില്ല. എന്നാലും പലതും മറന്നു പോകുന്നു. വീട് ഷിഫ്റ്റ്, യാത്ര എല്ലാം കൂടെ ആയിട്ട് അശ്വതി ശരിക്കും കുടയുന്നുണ്ട്. ഇനി ഏറ്റവും നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആതിര ടീച്ചറെ, ഈ ഒരു ചോദ്യം വന്നപ്പോ അധ്യാപനം എന്നാണ് ഞാൻ ചോദിച്ചത്. അധ്യാപനത്തിൽ എങ്ങനെയൊക്കെ, അധ്യാപനം എന്ന് പറയുമ്പോൾ എല്ലാം വരും അതിനകത്ത്. എന്നാലും കുട്ടിക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നതിനേക്കാൾ കുട്ടിക്ക് ആ കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുന്നു, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ച് അവരിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ മൊത്തത്തിൽ ഒന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പൊ അധ്യാപനത്തില് ഇപ്പോ ടീച്ചറും പറഞ്ഞു, അവസാനം അതിലേക്ക് വന്നു, ടീച്ചിങ് എയ്ഡ് എന്നുള്ള നിലയിൽ പറഞ്ഞു. എന്റെ ഹോബിയെ എനിക്ക് അധ്യാപനത്തിൽ മികച്ച രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താനാകും. കുട്ടികൾ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവരെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പഠനോപകരണങ്ങൾ കൗതുകകരമായ രീതിയിൽ നിർമ്മിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ലോ കോസ്റ്റ് ടീച്ചിങ് എയ്ഡ്സും നോ കോസ്റ്റ് ടീച്ചിങ് എയ്ഡ്സും എനിക്ക് ഉണ്ടാക്കാനാകും. അപ്പൊ എന്താണ് ഈ ലോ കോസ്റ്റും നോ കോസ്റ്റും? ക്രാഫ്റ്റ് വളരെ
വളരെ ചെറിയ പൈസക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ആ, നോ അത് കോസ്റ്റ് നമ്മൾ വേസ്റ്റ് ഉദാഹരണം കളയുന്ന സാധനങ്ങൾ. ഉദാഹരണം നോ കോസ്റ്റ് എന്ന് പറയുമ്പം ഈ ചെറിയ പ്ലാസ്റ്റിക് കവറുകള്, പ്ലാസ്റ്റിക് ബോട്ടിലുകള്, അങ്ങനെയുള്ളതൊക്കെ നോ കോസ്റ്റ് ആണ്. അത് നമ്മൾ വില കൊടുത്ത് അതിനു വേണ്ടി ക്രാഫ്റ്റിന് വേണ്ടി വാങ്ങിക്കുന്നതല്ല. ലോ കോസ്റ്റ് എന്ന് പറയുമ്പം ചെറിയ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കളർ ബുക്കുകൾ അങ്ങനെയുള്ളതൊക്കെ ലോ കോസ്റ്റ്. ഏറ്റവും നല്ല ഉദാഹരണം ചാർട്ട് പേപ്പർ ഒക്കെ തന്നെയാണ്. ചാർട്ട് പേപ്പർ, A4 സൈസ് പേപ്പറും ഒക്കെ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ കിട്ടുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ. ലോ കോസ്റ്റും നോ കോസ്റ്റുമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ആകർഷകമായ രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കാനാകും. ടാലന്റ് ലാബിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനാകും. അശ്വതി, നല്ല കിഴുക്ക് കിട്ടും എൻ്റെ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം എടുത്ത് നമ്മളത് പ്രയോജനപ്പെടുത്തണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ടാലന്റ് ലാബിനെ കുറിച്ച് ആകും എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മളുടെ ഹോബി പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഹോബിയെ ടാലന്റ് ലാബുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എന്താണ് നീനി ടീച്ചറെ, എന്താണ് ടാലന്റ് ലാബ്? ടാലന്റ് ലാബ് കേൾക്കാമോ ടീച്ചറെ? ആ, പറഞ്ഞോ ടീച്ചറെ. ടാലന്റ് ലാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ വ്യത്യസ്തമാർന്ന കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. അതായത് സയൻസിലെ കഴിവുള്ള കുട്ടികള്, പിന്നെ മാത്തമാറ്റിക്സിൽ കഴിവുള്ള കുട്ടികള്, അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായവും ടീച്ചറിന്റെ മെന്റർഷിപ്പോടുകൂടി അവർക്ക് വേണ്ട സഹായം നൽകി അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടാലന്റ് ലാബ്. കഴിവുകൾക്കനുസരിച്ച് കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അതിനൊരു അധ്യാപികയുടെ പിന്തുണയും അതുപോലെ. അങ്ങനെയാണെങ്കിൽ രേഷ്മ ടീച്ചറെ, രേഷ്മ രാജേഷ്, ഈ ടാലന്റ് ലാബിൽ ആരൊക്കെ ഉണ്ടാകും? ടീച്ചറെ വീഡിയോ ഓൺ ചെയ്യണം. നിൻ ടീച്ചർ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. രേഷ്മ ടീച്ചർ പറയും. ടീച്ചർ ഇനി ഓഫ് ചെയ്തോ? നിൻ ടീച്ചർ ഇനി ഓഫ് ചെയ്തോ? ആതിരെ ഓഫ് ചെയ്തോ? പറഞ്ഞോടാ. ടാലന്റ് ലാബ് എന്ന് പറയുന്നത് തന്നെ കുട്ടികളുടെ കഴിവുകളെ മികച്ചതാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ്. അപ്പോ അതിൽ മെയിനായിട്ട് കുട്ടികളാണ് അംഗങ്ങളായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ആ കുട്ടികൾക്ക് ഒരു വഴികാട്ടി എന്നോണം ഒരു അധ്യാപിക കൂടി അതിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് ഉൾപ്പെടണം. അല്ലെങ്കിൽ അതിന് മേൽനോട്ടക്കാരിയായിട്ട് ഒരു അധ്യാപിക ഉണ്ടായിരിക്കണം. അപ്പൊ കുട്ടികൾ അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു സഹായി എന്ന രീതിയിൽ കുട്ടികളുടെ ഒപ്പം നിന്ന് അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലാണ് ഒരു അധ്യാപികയ്ക്ക് അവിടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കാര്യം. ഓക്കെ, ഒന്നും വന്നില്ല. അവിടെ ഒരേ കാര്യം തന്നെ 2 തവണ എന്ന് വെച്ചാന്നും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. അതായത് അധ്യാപകർ പിന്നെ എന്താണ് മെന്റർ എന്ന നിലയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം അവർക്കറിയാം മെന്റർ എന്താണ് എന്നൊക്കെ അവർക്കറിയാം. അവർക്ക് പിന്നീട് അവര് ചോദിക്കണം നമ്മളോട്. അങ്ങനെയാണെങ്കിൽ ഒരു മെന്ററിനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയെന്നൊക്കെ അവര് ചോദിക്കണം. ഇവര് 2 പേര് മാത്രമല്ല ടാലന്റ് ലാബിൽ ഉള്ളത്. അത് ടീച്ചറിനെ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ 2 പേരുടെ സേവനം മാത്രം മതിയാകുമോ? വേറെ ആരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം വേണമെങ്കിൽ? വരുന്നില്ല. ഓക്കെ, സാരമില്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് പറയാം? ടീച്ചറെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്റെ ഹോബി മുയൽ വളർത്തലാണ് ടീച്ചർ. അപ്പൊ അതിനെ ടാലന്റ് ലാബുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ? ടാലന്റ് ലാബിന് പ്രത്യേകിച്ച് അവർ ഓരോന്നും നിഷ്കർഷിക്കുന്നുണ്ട്. എങ്കിലും ഒരു പ്രത്യേക കഴിവ് ആ കുട്ടികളിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ ടാലന്റ് ലാബുമായിട്ട് കണക്ട് ചെയ്യും. അതിൽ തന്നെ ചില കുട്ടികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകളിൽ, അങ്ങനെ ഒരു സ്കൂളുണ്ട്, അതിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ മുമ്പ് ഞാൻ ആ വീഡിയോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതായത് അശ്വതിക്കൊക്കെ ഓർമ്മയുണ്ടോ എന്തോ, കുറച്ച് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള ഒരു സ്കൂള്. ചിലപ്പോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെ അറിയാമോ എന്തോ? പക്ഷികളും മൃഗങ്ങളും എല്ലാം ആ സ്കൂളിൽ തന്നെ ഉണ്ട്. അതിന്റെ കോമ്പൗണ്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ അങ്കണത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ജൈവ വൈവിധ്യ ഉദ്യാനത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തില് ടീച്ചറിനും ചെയ്യാനാകും. അപ്പം അങ്ങനെയുള്ള മുയൽ വളർത്തലിന് എന്താണ് പറയുന്നത്? ക്യൂണികൾച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ. അപ്പൊ ഈ ടാലന്റ് അതുപോലെ
എന്ന് പറഞ്ഞിട്ട് പറയാം. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന തരത്തിലാണ് നമ്മള്, അതായത് ചെടികള് വെച്ച് പിടിപ്പിക്കുകയാണല്ലോ പൂന്തോട്ടം. അപ്പൊ അവിടേക്ക് പൂമ്പാറ്റകൾ വരും. അതിന്റെ ഭാഗമായിട്ട് ശലഭോദ്യാനങ്ങളുണ്ട്. പിന്നെ കിളികളൊക്കെ സ്വാഭാവിക അന്തരീക്ഷത്തിലേക്ക് അവിടേക്ക് തന്നെ വരും. ആവാസ വ്യവസ്ഥ അവിടെ തന്നെ ഉണ്ടാകും. ആ ഒരു രീതിയിലാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. അതിനകത്ത് തന്നെ ഫിഷ് പോണ്ടും എല്ലാം വരും. അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തി തന്നെ പറയാൻ പറ്റും. അതുപോലെ അതിന്റെ തുടർച്ച എന്നോണം നമുക്ക് മുയലുകളെയും കൂടി സ്കൂളുകളിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ അതിന് ഒരുപാട് മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്. പാമ്പ് പോലുള്ളവ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ഇല്ലേ? തീർച്ചയായും. അപ്പൊ അതിനനുസരിച്ചുള്ളത് നമുക്ക് പറയണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ പക്ഷെ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, സ്കൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് സേഫായ രീതിയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സേഫ്റ്റി കണക്കാക്കി അതിനുള്ള പരിഹാരങ്ങളും ഉണ്ടല്ലോ ആ രീതിയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദയ ടീച്ചറെ, ടീച്ചറെ പിന്നെ അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സും കുട്ടികളും അല്ലാതെ നമുക്ക് ആരെയൊക്കെ ടാലന്റ് ലാബിലേക്ക് ആരുടെയൊക്കെ സേവനം കൊണ്ടുവരാം? കുട്ടികളുടെ പാരന്റ്സിന്റെ കൂട്ടത്തിലാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കഴിവുകളുള്ളവരെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ടാലന്റുകളുള്ള ആളുകളെ, കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ, അതിന് സന്നദ്ധ ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ നമുക്ക് ഏതെങ്കിലും ഒഴിവുള്ള ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇതിന്റെ കൂട്ടത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇപ്പം പേരൻസ് എന്നുള്ളതിന്, പേരൻസിന്റെ സംഘടന എന്താണ്? സ്കൂളിൽ പേരൻസ് വരുന്നത് എന്താണ്? ഏത് പിന്നെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് പേരൻസ് വരിക? PTA. അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ മെൻഷൻ ചെയ്യേണ്ടത്? സ്കൂളുകളുമായി ബന്ധപ്പെട്ട ടേമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റണം നമുക്ക് കോൺഫിഡന്റ് ആയിട്ട്. ഇപ്പൊ PTA ഈ ഓരോ ലാബുമായിട്ട്, ടാലന്റ് ലാബുമായിട്ട് ബന്ധപ്പെട്ട കഴിവുകളുള്ള വ്യക്തികളെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവരാനാകും. ഇനി അതുപോലെ ടീച്ചർ പറഞ്ഞു പഞ്ചായത്തിലുള്ള, ഇങ്ങനെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഞ്ചായത്തിലും അല്ലെങ്കിൽ സ്കൂളിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സമിതി ഉണ്ട്. ആർക്ക് പറയാം? SMC. എന്താ അനിൽ ടീച്ചറിനോ അശ്വതിക്കോ ഒന്നും വിളിച്ചു പറയാൻ പെട്ടെന്ന് പറ്റാഞ്ഞത് ഓർത്ത് പറഞ്ഞിടായിരുന്നോ? അല്ല SMC കേട്ടോ ടീച്ചറെ. SMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. അതിനകത്തപ്പോ ആരൊക്കെയാ വരുന്നത്? സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആർക്കും വരാം. പൂർവ്വ വിദ്യാർത്ഥികള്, പഞ്ചായത്ത് അംഗങ്ങള്, പരിസരവാസികള് ഒക്കെ വരാം. പ്രമുഖ നേതാക്കന്മാര്. അങ്ങനെ അവർക്ക് സ്വമേധയാ ആ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയും നമുക്ക് അതിനകത്തേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ ആ SMCയുടെ സഹായത്തോടെയും നമുക്ക് ഈ ടാലന്റ് ലാബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ കഴിവുള്ള ആളുകളെ ഒക്കെ വിളിച്ച് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ക്ലാസ്സുകൾ എടുപ്പിക്കാം, ശില്പശാലകൾ സംഘടിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ അല്ലേ ടീച്ചറെ? SMC കോർഡിനേറ്റ് ചെയ്യുന്ന അപ്പം അവിടുത്തെ പ്രധാന അധ്യാപകനായിരിക്കും സ്കൂളിന്റെ? SMC അതെ, പ്രധാന അധ്യാപകനുണ്ട്. SMCയുടെ സ്ട്രക്ചർ നമുക്ക് നോക്കിയിട്ട് തന്നെ പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ആരൊക്കെ നിർബന്ധമായി ഉണ്ടാകണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇതില് സംസാരിച്ചിട്ടില്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ഓഫ് ചെയ്തോളൂ. അൽഫി ടീച്ചറെ. ടീച്ചറെ ഞാൻ സംസാരിച്ചിട്ടില്ല. അതെ, ഞാൻ വിളിച്ചാലേ വരുമല്ലേ? അപ്പൊ ഈ പിന്നെ ഈ കൊച്ചിന്റെ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഞാനൊരു കുഞ്ഞാണെന്ന് അല്ലേ? ഇപ്പൊ പിന്നെയും ബാസ് ഉണ്ട്. സൗണ്ട് അങ്ങോട്ട് ഇടാൻ പറയുമ്പോ ഒരു കുഞ്ഞി കീക്കി സൗണ്ടാ. ഓക്കെ, ചില സമയം ബോധപൂർവം ഇടുമ്പോ മാറ്റം വരുന്നുണ്ട് കേട്ടാ. എപ്പോഴും ഇതുപോലെ പ്ലസന്റ് ആയിട്ട് തന്നെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇതേ ചിരിയോടുകൂടി പോണം കേട്ടോ. ശബ്ദം നമ്മൾ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ നമ്മളിങ്ങനെ ശീലിച്ചോണ്ടിരിക്കല്ലേ, അത് പറ്റും. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും വേണ്ട. ഞാൻ ഏറ്റവും ബെറ്റർ ആക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടീച്ചറെ, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ കുറിച്ച് നേരത്തെ ടീച്ചർ സംസാരിച്ചായിരുന്നു. ആദിൽ ടീച്ചർ ഒരെണ്ണം പറഞ്ഞു. ടീച്ചറിന് തോന്നുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്താണ്? നിങ്ങൾ പറയുന്നതൊക്കെ വെല്ലുവിളികൾ തന്നെയായിരിക്കും, എങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നം എന്ന് തോന്നുന്ന ഒന്നിനെ പറയുക. ഇപ്പൊ നമ്മുടെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് മുമ്പത്തെ അധ്യാപനത്തിനേക്കാൾ കുറവാണ് ടീച്ചർ. ഇപ്പോ
അതൊരു പ്രധാന വെല്ലുവിളിയാണ്. പിന്നെ നമ്മുടെ ഈ ICT സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അധ്യാപകരായ ഒത്തിരി പേർക്ക് സാധിക്കാതെ വരുന്നത് ഒരു പോരായ്മയായിട്ട് പറയാം. ഓക്കെ, ഒരു പോരായ്മയാണ് ഞാൻ ചോദിച്ചത്. അതെ, ഒരാൾക്ക് വന്ന് അതേ തെറ്റ് അടുത്ത ആളും കേട്ടിട്ടും ആവർത്തിച്ചു. ഓക്കെ, സാരമില്ല. അപ്പൊ ടീച്ചറിന് തോന്നിയ ഏറ്റവും പ്രധാന വെല്ലുവിളി കുട്ടികളും അധ്യാപകരും തമ്മിൽ ശരിയായ രീതിയിലുള്ള ആ ഒരു ബോണ്ടില്ല, അല്ലെങ്കിൽ ബന്ധം, നല്ല ദൃഢമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അത് ആരുടെ കുഴപ്പമായിരിക്കും? പ്രധാന അധ്യാപകർ നമ്മുടെ കുറ്റമായിരിക്കും. അധ്യാപകരുടെ തെറ്റുകൾ അതുപോലെ അംഗീകരിക്കാൻ പഠിക്കണം കേട്ടോ. കുട്ടികൾ ശരിയല്ല, അവര് മാധ്യമങ്ങള് മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ പോയി? കുട്ടികളെ ലഹരിക്ക് അടിമയാകുന്നു. ആരുടെ തെറ്റാ? അത് വീട്ടുകാർ വളർത്തിയതിന്റെ ഗുണമെന്നല്ല, നമ്മുടെ തെറ്റാണ്. നമ്മുടെ നേരെയാണ് വിരലുകൾ ചൂണ്ടേണ്ടതും നമ്മളാണ് പരിഹാരം കാണേണ്ടതും. അപ്പൊ അതുപോലെ തന്നെ പറയാം. അപ്പൊ അധ്യാപകർ എന്ത് ചെയ്യുക? കുറച്ചുകൂടി കുട്ടികളുമായിട്ട് ഇടപഴകി മനഃശാസ്ത്രപരമായി കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി പഠിക്കുന്ന മനഃശാസ്ത്രമൊക്കെ പുസ്തകത്തിലും മാർക്ക് വാങ്ങാനുള്ള ഉപാധിയുമായി ഉപയോഗിക്കാതെ കുട്ടിയുടെ മനസ്സറിയാനായിട്ട് അധ്യാപകർ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? അത് എല്ലാ അധ്യാപകരും അങ്ങനെ ചെയ്താല് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കാനാവും. അപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഊഷ്മളമാക്കുക. ഇപ്പൊ വന്ന വാക്കൊക്കെ വന്നോ? തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക, ബോണ്ടിങ് എന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഊഷ്മളമാക്കുക അല്ലെങ്കിൽ ദൃഢമാക്കുക. അങ്ങനെ അല്ലാതിരിക്കുന്നതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലേ? അങ്ങനെയാണ്. ഓക്കെ ടീച്ചറെ, ഓക്കെ. ഒരാളോട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ വോയിസ് ഓക്കെയാണ് കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൻസി ടീച്ചറെ വേഗം ഓൺ ചെയ്തോളൂ. കയ്യിലാരാ? കാണുന്നില്ലല്ലോ. ആരാ അത്? ഓ, രണ്ടുപേരുണ്ടോ? എന്താ പരിപാടി? പഠിക്കുവാണ്? അമ്മ പഠിക്കുന്നുണ്ടോ? അമ്മ പഠിക്കുന്നുണ്ടോ? ഇല്ല. കൊച്ചുങ്ങൾ സത്യം ആദ്യം പറയൂ കേട്ടോ. ഓക്കെ, ശല്യം ചെയ്യല്ലേ. ഉമ്മി കാര്യം പറയുന്നത് നോക്കാം നമുക്ക്. ABCD എഴുതാണോ? ഓക്കെ, ടീച്ചറിനെ അയച്ചു തരണേ, എഴുതിയിട്ടേ കാണിച്ചു തരണേ. ക്ലാസ് കഴിയുമ്പോ ടീച്ചറിനെ അയച്ചു തരണേ എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൻസി ടീച്ചറെ എന്തിനാണ് ടീച്ചർ ദിനാചരണങ്ങൾ നടത്തുന്നത് സ്കൂളുകളില്? നമുക്ക് സ്കൂളുകളിൽ ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ദിനാചരണങ്ങൾ നമ്മൾ സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. ഇപ്പം പരിസ്ഥിതി ദിനമായിട്ടും ചാന്ദ്രദിനമായിട്ടും അങ്ങനെയുള്ള പലതരത്തിലുള്ള ദിനാചരണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം ഓരോ ദിനാചരണങ്ങൾ നടത്തുന്ന സമയത്ത് എന്താ വേണ്ടേ? പറഞ്ഞോ ടീച്ചറെ, എന്തിനാ ദിനാചരണം? എന്തിനാണ്? എന്തിനാ കുട്ടികൾക്ക് ഇപ്പം നമ്മളിപ്പം പരിസ്ഥിതി ദിനം എന്നുള്ള ഒരു ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനം നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് ഇപ്പം പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാന്, പിന്നെ പരിസ്ഥിതി വൈവിധ്യങ്ങളെ മനസ്സിലാക്കാന്, അതിന്റെ സംരക്ഷണത്തെ കുറിച്ച് ഇങ്ങനെയുള്ള അവബോധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിനങ്ങളും സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചാന്ദ്രദിനം സംഘടിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ചാന്ദ്രദിനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെയുള്ള ഓരോ ദിനങ്ങളും നമ്മൾ അതിനനുസരിച്ച് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതുപോലെ ഇപ്പം സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്, അതിന്റെ ചരിത്ര പ്രാധാന്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെയുള്ള കുട്ടികളിൽ ഒരു ബോധം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് അവർ സമൂഹത്തിലേക്ക് ഇനി നാളെ ഇറങ്ങി ചെല്ലാനുള്ള കുട്ടികളാണ്. അപ്പൊ അവരിൽ ആ ഒരു ഓരോ കാര്യത്തെക്കുറിച്ചും, ചരിത്രത്തെ കുറിച്ചാണെങ്കിലും പരിസ്ഥിതിയെ കുറിച്ചിട്ടാണെങ്കിലും മറ്റ് ശാസ്ത്ര മേഖലകളെ കുറിച്ചൊക്കെയാണെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിനങ്ങളും നടത്തുന്നത്. അതുപോലെ നമ്മൾ വായനാ ദിനം സംഘടിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളിലെ ആ ഒരു വായനാശീലം വളർത്തിയെടുക്കാനും, വായനയുടെ പ്രാധാന്യം എന്താണെന്നും ഇന്ന് അന്യം നിന്ന് പോകുന്ന ആ ഒരു വായനാശീലം കുട്ടികളിൽ വളർത്തിയെടുക്കാനും, ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ ദിനാചരണങ്ങൾ എന്തിന് എന്ന് ചോദിക്കുമ്പോ
ഇപ്പൊ എത്ര ദിനാചരണം പറഞ്ഞു? അപ്പൊ ഇനി പറയാൻ ഉള്ള മുഴുവൻ ദിനാചരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും. കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് കോമൺ ആയിട്ട് ഉത്തരം പറയണ്ടേ? വേണ്ടേ? എന്തിനാണ് ദിനാചരണങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചാല് ഓരോ ദിനത്തിന്റെയും പ്രാധാന്യം, കുട്ടികൾ അറിയേണ്ട ദിനങ്ങളുടെ പ്രാധാന്യം കൃത്യമായി കുട്ടികളിലേക്ക് എത്താൻ ദിനാചരണങ്ങൾ നടത്തുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല കുട്ടികളിലെ നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും സഹവർത്തിത്വവും ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ സഹായിക്കാറുണ്ട്. ഒരു ദിനാചരണം സ്കൂളിൽ സംഘടിപ്പിക്കുമ്പോൾ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും ഒക്കെ ആ ദിനാചരണത്തിൽ പങ്കാളികളാകേണ്ടി വരും. കുട്ടികൾ പരസ്പരം സഹകരിച്ച് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള അവസരങ്ങൾ അധ്യാപകർ കൂടി സൃഷ്ടിച്ച് ഒക്കെ കൊടുക്കുമ്പോൾ ഇത് കുട്ടികളെ കുട്ടികളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും. അവരിൽ പഠിക്കാനുള്ള താല്പര്യം, പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും. കാരണം അവർക്ക് അംഗീകാരം കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആ അംഗീകാരം കിട്ടുമ്പോൾ മുന്നിലേക്ക് വരണമെന്നും പഠിക്കണമെന്നും ഉള്ള തോന്നൽ അത്തരം കുട്ടികളിലൊക്കെ വരും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പൊതുവായിട്ടുള്ളതൊക്കെ ചേർത്ത് പൊതുവായി ഉത്തരം പറയാൻ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഉദാഹരണത്തിന് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്ത് പറയാം. ഓക്കെ അല്ലേ? അൻസി ടീച്ചറെ മനസ്സിലായോ? ഓക്കെ. ഇനി ഫസ്റ്റ് ബാച്ചിൽ സംസാരിക്കാത്ത ഒരാള് വേഗം ഓൺ ചെയ്തോളൂ. ഹൃദ്യ അല്ലേ? ടീച്ചറെ, അനുശ്രീ ടീച്ചറെ, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു 8 മണിക്ക്, ഞാൻ ലീവ് ചെയ്തോട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി ടീച്ചറെ, ടീച്ചറെ അധ്യാപക ദിനം സ്കൂളുകളില് ആചരിക്കുകയാണോ ആഘോഷിക്കുകയാണോ? രണ്ട് രീതിയിലും പറയാം. ആചരിക്കുക എന്ന് പറയുമ്പോ ആ ദിവസത്തിന്റെ പ്രാധാന്യം വ്യക്തമാകുന്ന രീതിയിലെ പരിപാടികളും പ്രവർത്തനങ്ങളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിലൂടെ ചെയ്യുന്നതാണല്ലോ ആചരിക്കുക. ആഘോഷമാക്കുക എന്ന് പറഞ്ഞാല് കുട്ടികളെ സ്കൂളിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണല്ലോ അധ്യാപകർ. ഓക്കെ ടീച്ചറെ, മറ്റാർക്കെങ്കിലും ഈ ആഘോഷിക്കുക ആചരിക്കുക തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല, നോക്കണം കേട്ടോ, കുറച്ചുകൂടി കണ്ടെത്തണം. നമ്മള് വായനാ വാരം എങ്ങനെയാണ് ആഘോഷിച്ചു എന്നാണോ എന്താ പറയാ? ആചരിച്ചു. എന്തുകൊണ്ടായിരിക്കും? അതില് ധാരാളം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. അന്ന് എന്താണ്, എന്തുകൊണ്ടാണ് വായനാ ദിനം എന്നാണ്? എന്തുകൊണ്ടാണ് ആ ദിവസം വായനാ ദിനം? PN പണിക്കർ സാറിന്റെ ചരമദിനമാണ് വായനാ ദിനം. ചരമദിനം അല്ലെ? ചരമദിനം ആരെങ്കിലും ആഘോഷിക്കുവോ? ഇല്ല, ആചരിക്കും. അപ്പം അവിടെ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലായോ? ദിനാചരണം എന്ന് നമ്മൾ പൊതുവായി പറയും. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ ആചരണം എന്ന വാക്കും അല്ലെങ്കിൽ ആഘോഷം എന്നുള്ള വാക്കുകളുമാണ് സാധാരണ ഉപയോഗിച്ച് കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അധ്യാപക ദിനം എന്ന് കണ്ടപ്പോ അങ്ങ് ചോദിച്ചതേ ഉള്ളൂ. ശ്രുതി ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തോളൂ. അധ്യാപക ദിനം സ്കൂളുകളിൽ ആഘോഷിക്കേണ്ടതുണ്ടോ? അധ്യാപകരുടെ ദിനം എന്തിനാ കുട്ടികൾ ആഘോഷിക്കുന്നത്? അധ്യാപകരും സ്കൂളിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ. കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരുടെ ദിനം ആചരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആണല്ലോ, ടീച്ചർ ചോദിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയണമല്ലോ. അങ്ങനെയാണോ മറുപടി പറയണ്ടേ? അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലുവൻസി ഒക്കെ വരുമോ? ഇല്ല എന്ന് പറഞ്ഞിരിക്കാതെ, എല്ലാം ഉള്ളിലുണ്ട്, എന്റെ കയ്യിലുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റണം. ടീച്ചർ പറയുന്നത് ശരിയായിരിക്കും. അപ്പൊ അത് ഒരു കൺഫ്യൂഷൻ, ഇത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ പറയുമ്പോൾ അവർക്ക് തന്നെ അറിയാൻ ടീച്ചറിന് ധാരണയില്ല. എന്നാ ഒരു കാര്യം നമ്മൾ സ്ട്രോങ് ആയി അങ്ങ് പറയുന്നു, ഓക്കെ കുഴപ്പമില്ല എന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ ഇളക്കുന്നത്. പറയുന്ന ഉത്തരത്തിന്റെ ഇതൊന്നും നോക്കുന്നില്ല, തെറ്റ് പറയാതിരിക്കുക, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കും
ശ്രുതി ടീച്ചറിന് അത് പറയാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ വേറൊരാൾ ഇതുവരെ സംസാരിക്കാത്ത ഫസ്റ്റ് ബാച്ചിലെ ഒരാള് വിവിധ ടീച്ചർ എന്ന് പറഞ്ഞോ. പോയാ പറയാൻ പറഞ്ഞപ്പോ വിവിധ ടീച്ചർ ലെഫ്റ്റ് ആയാ? ഓക്കെ, ഇനി ഫസ്റ്റ് ബാച്ച് മേഘ ടീച്ചറോ? പറഞ്ഞോ ടീച്ചറെ. ദിനാചരണം എന്തിനാണ്? അധ്യാപക ദിനം. ടീച്ചറെ അതെ, ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നതാ മറത്തി. ഓക്കേടാ. ഓക്കെ, ഇപ്പൊ മേഘ ടീച്ചർ പറയട്ടെ, പറഞ്ഞോ. ടീച്ചർ അധ്യാപക ദിനം ആഘോഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ ആഘോഷിക്കേണ്ടതുണ്ടോ? എന്തിനാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്? എന്റെ അഭിപ്രായത്തില് അധ്യാപക ദിനം ആഘോഷിക്കേണ്ടതുണ്ട് എന്നതാണ്. എന്നാൽ മാത്രമാണ് കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ പറയാൻ വന്നിട്ടാണ് ആലോചിക്കുന്നത് അല്ലേ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടും. സ്റ്റക്കായോ? കിട്ടുന്നില്ല പോയിന്റുകളോ? കിട്ടും, പറഞ്ഞു നോക്കിക്കോ. അത് പറഞ്ഞിട്ടേ പോന്നോളൂ. അയ്യോ, പറഞ്ഞോ ടീച്ചറെ. കേൾക്കുന്നുണ്ട്. എനിക്കിവിടെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂ വരും. അധ്യാപക ദിനത്തിൽ നമ്മൾ സ്കൂളിൽ എന്താ ചെയ്യുന്നേ? കുട്ടികൾ എന്തൊക്കെ ചെയ്യും? ഇങ്ങനെ ആകരുത്, ഇങ്ങനെ പറയരുത്. പറയുന്നത് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമേ പറയൂ എന്ന് ചിന്തിക്കണ്ട. പറയുന്നത് ചോദിക്കുമ്പോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ്. നമ്മുടെ ചോദ്യങ്ങളെല്ലാം സ്പോണ്ടേനിയസ് ആയിരിക്കില്ലേ? പെട്ടെന്നുള്ള ചോദ്യങ്ങളായിരിക്കില്ലേ? നമ്മൾ എന്ത് ചെയ്യും? പറ്റും, ടീച്ചറിന് കഴിവുണ്ട്, ഉള്ളിലുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ലേബൽ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പ്രിപ്പയർ ചെയ്തെങ്കിലേ പറയാൻ പറ്റൂ. അതങ്ങ് മനസ്സിൽ ഉറച്ചു പോയി, എവിടെയോ ആ കോൺഫിഡൻസ് ഇല്ലായ്മ, അതിനെ എടുത്തങ്ങ് കളഞ്ഞാൽ എല്ലാം ശരിയാവും കേട്ടോ. അപ്പൊ ഓക്കെ, സാരമില്ല. ഇനി ആരാ സംസാരിക്കാനുള്ളത്? നിക്കേ, മേഘ ടീച്ചർ എന്തോ പറയാൻ വന്നു, ഒന്ന് പറഞ്ഞോ. അതെ, എനിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ടീച്ചറെ, ഒരു കാര്യം ചെയ്തോളൂ. ഇത് കഴിയുമ്പോ ടീച്ചർ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ലെഫ്റ്റ് ആവുമല്ലോ, ഫസ്റ്റ് ബാച്ചിന്റെ ലെഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് സെൽഫ് ഇൻട്രോ ചെയ്തിട്ടോളൂ കേട്ടോ. ഞാൻ നോക്കാം. ശരി ടീച്ചറെ, ലെഫ്റ്റ് ആയിക്കോളൂ. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചവരൊക്കെ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ബാക്കിയുള്ളവർ ഏതാണ്ട് അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വിവിധ ടീച്ചർ പറഞ്ഞോളൂ. അധ്യാപക ദിനം സെപ്റ്റംബർ 5-ന് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അത് സ്കൂളിൽ ആഘോഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അധ്യാപകർ നൽകുന്ന മൂല്യങ്ങൾ സമൂഹത്തിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് കാഴ്ചവെക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ശ്രദ്ധേയമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ അതിനൊരു മാതൃകയാക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ഒരു ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, അത്രയെങ്കിലും പറഞ്ഞാൽ മതി, അത്രയൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇത് എല്ലാവർക്കും പറയാമായിരുന്നു. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചോദ്യം. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന ധാരണയിൽ തന്നെയാണ് ചോദിച്ചത്. എന്തിനാ വെറുതെ? അത് പണ്ടോ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അധ്യാപക ദിനം ആഘോഷിക്കണം, അതുകൊണ്ട് ആഘോഷിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഓരോ ദിനാചരണത്തിന്റെയും പിന്നിൽ എന്തുകൊണ്ട് എന്നും കൂടി ആലോചിക്കാൻ പറ്റണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അധ്യാപകർ എന്ത് എന്ന് കുട്ടികൾക്ക് അറിയാൻ അന്നേ ദിവസം കുട്ടി അധ്യാപകർ ക്ലാസ് എടുക്കാറുണ്ട് അല്ലെ? അധ്യാപകരായി കുട്ടികൾ തന്നെ വേഷവിധാനം ചെയ്ത് അന്ന് അവർ തന്നെ ക്ലാസ് എടുക്കുന്നു. ഒരു അധ്യാപിക എടുക്കുന്ന എഫേർട്ട് എന്ത് എന്ന് അന്ന് ആ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ ലെസണിനെ കുറിച്ച് അവർ പ്രിപ്പയർ ആകുന്നുണ്ട്. കുട്ടികൾക്ക് മുന്നിൽ വന്നത് അവതരിപ്പിക്കണമെങ്കിൽ എത്രത്തോളം അധ്യാപകരെ തയ്യാറെടുക്കണം എന്നൊക്കെ അവരവിടെ മനസ്സിലാക്കുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, ബിബിത ടീച്ചറെ ലെഫ്റ്റ് ആയിക്കോളൂ. ഫസ്റ്റ് ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി? ആരാണ്? ഹൃദ്യ. ഓക്കെ, ഹൃദ്യ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്തിനാണ് ടീച്ചർ ചെയ്യുന്നത്? പ്രതിഫലനാത്മക കുറിപ്പ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത് നമ്മള് ഒരു അധ്യാപകൻ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് എടുത്തത് എത്രത്തോളം കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതുമ്പോൾ ഒരു അധ്യാപകന് തന്റെ ക്ലാസ് ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ, അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലാണ് കുട്ടികൾക്ക് കൂടുതൽ ആ കാര്യങ്ങൾ എത്തുക എന്ന് അധ്യാപകന് ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ട് പ്രതിഫലനാത്മക കുറിപ്പ് തീർച്ചയായിട്ടും സഹായിക്കും. അത് ക്ലാസ് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. അവിടെ വിലയിരുത്തൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോ? മെച്ചപ്പെടുത്താൻ സ്വയം വിലയിരുത്തലല്ലേ? ക്ലാസ്സിനെ അധ്യാപിക സ്വയം വിലയിരുത്തി അന്നേ ദിവസം എന്തൊക്കെയാണ് ക്ലാസ് റൂമിൽ നടന്നത്, ആ പ്രവർത്തനങ്ങളെ അധ്യാപിക എന്ത് ചെയ്യുന്നു? സ്വയം വിലയിരുത്തുന്നു. അത് എത്രത്തോളം കുട്ടികൾക്ക് താല്പര്യജനകമായിരുന്നു, എത്രത്തോളം ഉപയോഗപ്രദമായിരുന്നു എന്ന് അധ്യാപിക വിലയിരുത്തി അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അടുത്ത ക്ലാസ്സുകളിൽ ഇതേ തുടർന്ന് വരുത്തേണ്ടത്, പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിക്ക് ഇന്ന് നേരിട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെ അടുത്ത ക്ലാസ്സിൽ പരിഹരിക്കാമെന്നും, മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി അവര് അയ്യോ ആ ടേം വന്നിട്ടങ്ങ് പോയി, കുറച്ചുകൂടി വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യുക. അതായത് ഉയർന്ന നിലവാരമുള്ള കുട്ടിക്ക് വെല്ലുവിളി ഉയർത്തണം അല്ലെ, കാഠിന്യം കൂട്ടിക്കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യാനൊക്കെ ഈ പ്രതിഫലനാത്മക കുറിപ്പ് ആവശ്യമാണ് അല്ലെ. ആ രീതിയിൽ പറയാൻ പറ്റണം. കാര്യം ഉള്ളിലുണ്ട്, ചില വാക്കുകളും കൂടി, പ്രധാനപ്പെട്ട വാക്കുകളും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി പ്രസന്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെയാണ്, ചിരിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യണം, ഹാപ്പി ആയിട്ട് കേട്ടോ. ഓക്കെ, ശരി ടീച്ചറെ. ബാക്കി എല്ലാവരും സെക്കൻഡ് ബാച്ച് അല്ലേ? സെക്കൻഡ് ബാച്ച് അല്ലേ? 12 പേരെ ജോയിൻ ചെയ്തോളാം. ഓക്കെ, ഞാൻ പേര് വിളിക്കാം കേട്ടോ. ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നൊന്നും അറിയണമല്ലോ. മേഘ ടീച്ചറും നിൻ ടീച്ചറും കയറിയിരുന്നു, കഴിഞ്ഞ ബാച്ചിൽ കയറി. നിഷാദ ഉണ്ടോ? ഉണ്ട് ടീച്ചറെ. ഓക്കെ. റജീന? രഞ്ജിനി ബി. രേഷ്മ ആർ? രേഷ്മ രാജനാണ്. രേഷ്മ ആറില്ല. ആരോ ജോയിൻ ചെയ്യും ഇപ്പൊ. ടീച്ചറെ സെക്കൻഡ് ബാച്ച് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, മറ്റേ ബാച്ച് ഞാൻ പേര് വിളിച്ചു ഓർത്തില്ല. ഓക്കെ, ഞാനിപ്പോ വിളിച്ചത് രേഷ്മ 6 ജോയിൻ ചെയ്തില്ലല്ലോ. രേഷ്മ രാജൻ ഉണ്ട്. റിയ ജെയിംസ്? സഫ്ന? സജാദ? സജാദ എന്ന് തന്നെയാണോ ഉച്ചാരണം? സജ്ജത ജാന്നില്ല അല്ലേ? ഓക്കെ, സജ്ജത. രമ്യ പി കെ ഇപ്പൊ ജോയിൻ ചെയ്തു അല്ലെ? എന്താ താമസിച്ചേ? ലേറ്റ് ആവരുത് കേട്ടോ. സരിത? ഷാലു?
ഉണ്ട് ടീച്ചറെ. ഷീന, ഷീന, ഷിഫ, സിജി, ഉണ്ട് ടീച്ചറെ. ശ്രുതി മോഹൻ, ശ്രുതിലയ, സൂര്യ വി, പ്രസന്റ് ടീച്ചർ. സുസ്മിത ഉണ്ട്. വിദ്യ, വിദ്യ കെ, വിദ്യക്ക് ഉണ്ട് ടീച്ചറെ. എന്തോ വിദ്യക്ക് എന്തോ കേട്ടില്ല. വിദ്യ കെ അല്ലേ? അല്ല, ജെ ആണ്. ഓക്കെ ഓക്കെ, ശരി ടീച്ചർ. ബാച്ചിൽ നിന്ന് 16 പേരേ ഉള്ളൂ. ബാക്കി ആരും അറിയിക്കത്തില്ല. സഫ്ന ഞാൻ വിളിച്ചില്ലേ? വിളിച്ചായിരുന്നു. അതോ കഴിഞ്ഞ ബാച്ചിലായിരുന്നോ കേറേണ്ടത്? അല്ല, രണ്ടാമത്തെ ബാച്ചിൽ. ആണോ? സഫ്ന ഓക്കെ. നമുക്ക് അവരോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളോടും ചോദിക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണ്, ചിലത് വ്യത്യാസം വരും, ഇത്രേ ഉള്ളൂ. അപ്പോ ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങളൊക്കെ കണ്ടിരുന്നോ? ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾ കണ്ടിരുന്നോ? പലയിടങ്ങളിലായിട്ട്, അതായത് തിരുവനന്തപുരവും കണ്ണൂരും ഒക്കെ ഇന്റർവ്യൂ നടന്നു. ചോദ്യങ്ങൾ കിട്ടിയിരുന്നോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് കണ്ടോ? അതിനകത്ത് നമ്മൾ നോക്കിയതുണ്ട് എന്ന് തോന്നിയോ? അതെ, ഇന്നലെ ചെയ്തതിൽ നിന്ന് എത്ര ചോദ്യം? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കണ്ടായിരുന്നോ? ആ അതെ, ഇന്ന് ഈ വന്നിരിക്കുന്ന മിക്ക ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചത് തന്നെയാണ്. അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും.